ശതാബ്ദി ആഘോഷ നിറവിൽ നിൽക്കുമ്പോൾ 100 വർഷത്തെ സ്കൂളിൻ്റെ ചരിത്രവും നാടിൻ്റെ പൈതൃകവും കോർത്തിണക്കി വ്യത്യസ്ത കലാവിരുന്ന് ഒരുക്കുകയാണ് ചെറുകുന്ന് പള്ളിക്കര ADLP സ്കൂൾ. 2 വയസ്സു മുതലുള്ള 100 കലാകാരന്മാരാണ് സംഗീത നാടകത്തിൽ അഭിനയ മികവ് തെളിയിക്കുന്നത്. ശതാബ്ദി ആഘോഷങ്ങളുടെ നിറവിൽ നിൽക്കുന്ന പള്ളിക്കര ADLP സ്കൂൾ 100 വർഷത്തെ വിദ്യാഭ്യാസ പാരമ്പര്യവും നാടിന്റെ പൈതൃകവും കോർത്തിണക്കി വ്യത്യസ്ത കലാവിരുന്നൊരുക്കുകയാണ്. 100 കലാകാരന്മാരാണ് സംഗീത നാടകത്തിലൂടെ അഭിനയ മികവ് കാഴ്ചവെക്കാൻ ഒരുങ്ങുന്നത്. പല തലമുറകൾക്ക് അക്ഷരലോകത്തിന്റെ വാതിൽ തുറന്നുകൊടുത്ത വിദ്യാലയമാണിത്. പൂർവ്വ വിദ്യാർത്ഥികളായ അമ്മമാരും നിലവിൽ ഇവിടെ പഠിക്കുന്ന കുട്ടികളും അധ്യാപകരും ഉൾപ്പെടെ 100ഓളം പേർ നാടകത്തിന്റെ ഭാഗമാകുന്നുണ്ട്. സ്കൂളിന്റെയും നാടിന്റെയും ചരിത്രവും പൈതൃകവും ഉൾക്കൊള്ളിച്ച പ്രശസ്ത നാടക സംവിധായകൻ സന്തോഷ് ചടങ്ങിലാണ് പ്രയാണം എന്ന സംഗീത നാടകം സംവിധാനം ചെയ്തത്. ഡ്രാമയുടെ ബേസ് ആണ് ഇതിൻ്റെ. ഡ്രാമ, അതുപോലെ തന്നെ സംഗീതം, നൃത്തം, ചിത്രം, കായിക, അങ്ങനെയുള്ള എല്ലാ രീതികളും സമന്വയിപ്പിച്ചാണ് ഇതിൽ ചെയ്യുന്നത്. അപ്പോൾ അതിന് ചരിത്രം പറയുമ്പോൾ ആ ചരിത്ര വഴികളിൽ നമ്മൾ ഉപയോഗിച്ച ഉപകരണങ്ങളും അതുപോലെ തന്നെ അവരുടെ വസ്ത്രവിധാനങ്ങളൊക്കെ അതുപോലെ തന്നെ വരണം എന്നുള്ളൊരു നിശ്ചയദാർഢ്യം നമ്മളെല്ലാവരും എടുത്തു. അതിൻ്റെ ഭാഗമായിട്ട് ഇതെങ്ങനെ തയ്യാറാക്കും. അപ്പോൾ നമുക്ക് ചെറിയൊരു സ്കൂളാണ്, അപ്പോൾ തന്നെ അതിന് വേണ്ടുന്നത്ര സാമ്പത്തിക ശേഷി നമുക്ക് ആർജിക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതൊക്കെ ക്യാമ്പ് പ്രൊഡക്റ്റീവായിട്ട് തന്നെ വരട്ടെ എന്നുള്ളൊരു തീരുമാനത്തിൽ നമ്മളെല്ലാവരെയും സംഘടിപ്പിച്ച്, അപ്പോഴാണ് വിദ്യാർത്ഥികൾ മാത്രം പോരാ, നമുക്ക് ഇവിടെ പഠിച്ചുപോയ പൂർവ്വ വിദ്യാർത്ഥികളും അതുപോലെ തന്നെ സീനിയേഴ്സ് ആയിട്ടുള്ള നാട്ടുകാരും അഭ്യുദയകാംക്ഷികൾ എല്ലാവരും വരണം എന്നുള്ളൊരു തീരുമാനം എടുത്തത്. അങ്ങനെ ഈ കൈത്തൊഴിലൊക്കെ അറിയാവുന്ന അല്ലെങ്കിൽ ഈ വിദഗ്ധ കരവേലകളൊക്കെ അറിയാവുന്നവരും കൂടി ഇതിന്റെ ഭാഗമായി വന്നപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ നമ്മളത് ക്യാമ്പിലേക്ക് അതൊരു പ്രൊഡക്ടിവിറ്റി ആയിട്ട് നമ്മൾ മാറ്റുകയാണ് ചെയ്തത്. ക്യാമ്പ് എന്ന് പറയുമ്പോൾ കുട്ടികളും ഒരുപാട് പഴയ അമ്മമാരും ഒക്കെ ഉണ്ട്. അവരോടെല്ലാം നല്ല രീതിയിൽ പറഞ്ഞിട്ടും കൊടുത്തിട്ടും നല്ലൊരു കുട്ടികളോടായാലും അമ്മമാർക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് കുട്ടികളോടാണ്. അവർ നമ്മൾ പറയുന്നത് കേട്ട് അവർ മാഷ് ഓൾറെഡി ക്ലാസ് കൊടുത്ത് അവരെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ കുറേ കഴിഞ്ഞിട്ടാണ് ഞാൻ വരുന്നത്. അപ്പോഴും മാഷിനോടൊപ്പം ചേർന്ന് അവർക്ക് പ്രാക്ടീസ് കൊടുക്കാനും അമ്മമാർക്ക് പ്രാക്ടീസ് കൊടുക്കാനൊക്കെ എനിക്ക് പറ്റിയിട്ടുണ്ട്. സ്കൂളിൽ നിന്ന് പഠിച്ചിറങ്ങി വർഷങ്ങൾക്ക് ശേഷം വീണ്ടും വേദിയിലെത്താനുള്ള അവസരം ലഭിച്ചതിന്റെ സന്തോഷത്തിലാണ് പൂർവ്വ വിദ്യാർത്ഥികൾ. തകർക്കണമെന്നുണ്ട്. അതുവരെ ഉണ്ടെങ്കിൽ എന്തായാലും തകർക്കും. ഞങ്ങൾ ആ ഒരുക്കത്തിൽ തന്നെയാണ് ഞങ്ങൾ തൊഴിലുറപ്പിന് പോകാണ്ട് 6 ആളും വന്നത്. കഴിഞ്ഞ ആഴ്ചയും വന്നു, വെള്ളിയാഴ്ച 6 ആളുണ്ടായിന്. തൊഴിലുറപ്പർ ഞങ്ങൾ 6 ആളുണ്ട്, ഇന്നും 6 ആളുണ്ട്. സന്തോഷമാണ്. ഡാൻസ്, പിന്നെ നാടകം. മുന്നേ അഭിനയിച്ചിട്ടുണ്ടോ? ഇഷ്ടമാണോ അഭിനയിക്കാനൊക്കെ? ഇഷ്ടമാണ്, മുന്നേ അഭിനയിച്ചിട്ടില്ല. 3 മാസം നീണ്ട പരിശീലനത്തിനൊടുവിലാണ് അവതരണം. നാടകത്തിന് ആവശ്യമായ ഓല കൊണ്ട് നിർമ്മിച്ച കൊട്ട, തൊപ്പി തുടങ്ങിയ ഉപകരണങ്ങളെല്ലാം അമ്മമാർ കൈകൊണ്ട് തന്നെ ഉണ്ടാക്കിയതാണ്. കുട്ടികൾക്ക് ഇതിനെക്കുറിച്ച് അറിവും ലഭിച്ചു. ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി വിപുലമായ പരിപാടികളാണ് സ്കൂൾ അധികൃതർ ഒരുക്കുന്നത്. മികച്ച കലാപ്രകടനവുമായി വേദിയിൽ തിളങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് ഇവരുള്ളത്. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി.